ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുദീപ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഓറിയന്റേഷൻ ആണ് തന്നത്. എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് നമ്മൾ എടുക്കാൻ പോകുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് വരുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. BNS ഉണ്ടാവും, ഭാരതീയ ന്യായ സംഹിത, BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, പിന്നെയുള്ളത് BSA ഭാരതീയ സാക്ഷ്യ അധിനിയം. അപ്പൊ പല വിദ്യാർത്ഥികളും എൻ്റെ അടുത്ത് കമന്റ് ആയിട്ടും പേഴ്സണൽ മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചു, സാറേ IPC പഠിക്കണോ, CRPC പഠിക്കണോ, എവിഡൻസ് പഠിക്കണോ എന്നൊക്കെ. നമ്മളത് പഠിക്കേണ്ടതില്ല, സിലബസിൽ അത് പഠിക്കേണ്ടതില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞാനത് ക്ലാസ്സിൽ പറയും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് ആണ്. കറസ്പോണ്ടിങ് സെക്ഷൻസ്, ഇനി പണിഷ്മെന്റ്സിലൊക്കെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങിയതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയായിരിക്കും ഞാൻ ക്ലാസ്സസ് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ അത്തരത്തിലുള്ള ടെൻഷനോ ഭയമോ ഒന്നും ആർക്കും വേണ്ട. കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സസ് തന്നു തന്നെ മുന്നോട്ട് പോകും. അപ്പം ആ ഒരു ടെൻഷൻ വേണ്ട. നമ്മൾ ഇപ്പോ പഠിക്കേണ്ടത്, നമ്മൾ ഈ വരുന്ന എക്സാമിന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് BNS, BNSS, BSA ഭാരതീയ ന്യായ സംഹിത 2023, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023, ഭാരതീയ സാക്ഷ്യ അധിനിയം 2023. ഇതിനാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. പോയിന്റ് കിട്ടിയോ? പക്കാ സെറ്റ് അല്ലേ? അപ്പൊ ഇനി നമുക്ക് പലർക്കും ഉള്ളൊരു സംശയമാണ്, എന്താണ് പഠിക്കേണ്ടത്. അപ്പം നിങ്ങൾ ദയവ് ചെയ്തതിന് ഒരു 300 രൂപയൊന്ന് മാറ്റി വെക്കുക. ജസ്റ്റ് ഒരു 300 രൂപ, അധികം ഒന്നുമില്ല, ഒരു 300 രൂപയ്ക്ക് BNSന്റെ ഭാരതീയ ന്യായ സംഹിതയുടെ, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അല്ലെങ്കിൽ നമ്മുടെ CRPCയുടെ, അതുപോലെ തന്നെ ഭാരതീയ സാക്ഷ്യ അധിനിയം BSAയുടെ, ഇതിന്റെ മൂന്നിന്റെയും ബെയർ ആക്ട് നമുക്ക് കിട്ടും. ബെയർ ആക്ട് അധികം ആൾക്കാർ കേട്ട് ശീലമില്ലാത്തൊരു പേരാണ്, അതുകൊണ്ടാണ് പറയുന്നത് ബെയർ ആക്ട്. ബെയർ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ് എങ്ങനെയാണോ ആ നിയമം പാസ്സാക്കിയിരിക്കുന്നത് ആ നിയമം അപ്പടി കിട്ടും. ഓക്കെ, പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്ന രീതിയിൽ നമുക്ക് ആ നിയമം കിട്ടും. നമുക്ക് പഠിക്കാൻ വേണ്ടത് ഈ ബെയർ ആക്ട് ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പൊ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെ നോട്ടുകൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അത് ഇത് എന്നൊക്കെ പറഞ്ഞ് തരുന്നുണ്ട്. അതൊക്കെ നല്ലത് തന്നെയാണ്, ഞാൻ ഒന്നും മോശമാണെന്ന് പറയുന്നില്ല. പക്ഷേ നിയമം പഠിക്കുമ്പോൾ ബെയർ ആക്ട് ഇല്ലാതെ പഠിക്കാൻ കഴിയില്ല. ബെയർ ആക്ടിലൂടെ മാത്രമേ നിങ്ങൾക്ക് നിയമം പഠിക്കാൻ കഴിയുള്ളൂ. അതിലേക്ക് ഒരു ഷോർട്ട് കട്ട് ഇല്ല. ഇപ്പൊ 300 രൂപ കൊടുത്താലും 3 എണ്ണത്തിന്റെയും കൂടെ ബെയർ ആക്ട് കിട്ടും. അപ്പൊ അത് മേടിച്ച് വെക്കുക. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഓരോ ഒഫൻസിനെ കുറിച്ച് പറയുമ്പം അതിന്റെ കണ്ടംപ്ലേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ബെയർ ആക്ടിൽ തന്നെ കുറിച്ച് വെച്ച് പഠിക്കുന്ന കുട്ടികളുണ്ട്. അല്ലെങ്കിൽ നോട്ട് എഴുതി ബെയർ ആക്ടിൽ തുന്നി കെട്ടി വെക്കുന്ന അല്ലെങ്കിൽ സ്റ്റാപ്ലർ അടിച്ച് വെക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബെയർ ആക്ട്, കേസ് ലോസ് ഒന്നും ബെയർ ആക്ടിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കേസ് ലോസ് പറയുമ്പോൾ ആ കേസ് ലോസ് നിങ്ങൾക്ക് എടുക്കാം. ഈ പറയുന്ന പോലെ ക്ലാസ് നോട്ട്സ് എന്ന് പറയുന്നത് അത് പലരും വലിയ ക്ലാസ് നോട്ടുകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ തരുന്ന ആ രീതി അല്ല എന്റേത്. ഞാൻ ബെയർ ആക്ട് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അതിൽ നിന്ന് അറിയാത്ത കൂടുതലായിട്ട് വരുന്ന കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ സൈഡിൽ എഴുതി തരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ബെയർ ആക്ടിന്റെ കൂടെ അല്ലെങ്കിൽ പ്രത്യേക നോട്ട്ബുക്കിലോ എഴുതി പോവുക. അപ്പൊ അങ്ങനെയാണ് ക്ലാസ് നോട്ട്സ്. അപ്പൊ നിങ്ങൾ ആദ്യം റെഫർ ചെയ്യേണ്ടത് ക്ലാസ് നോട്ട്സും ബെയർ ആക്ടുമാണ്. കാരണം ഇതില്ലാതെ, കാരണം ഞാൻ ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു എന്താണ് ഓരോ ഒഫൻസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു മുടിനാര് ഇഴ എടുത്തിട്ട് 7ആയിട്ട് മുറിച്ചാൽ ഉള്ള വ്യത്യാസമുണ്ട്. അത്രയും വ്യത്യാസമേ ചിലപ്പം ഓരോ ഒഫൻസസ് തമ്മിലുള്ളൂ. ഈ ഡെഫിനീഷൻ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നത് എവിടെയാണ്? ബെയർ ആക്ടിലാണ്. ഓരോ ഒഫൻസസും തമ്മിൽ ഇന്ന ഡിഫറൻസുകൾ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ്, ഇന്നതൊക്കെയാണ് ഡിഫറൻസ് എന്ന് ഓരോ ഒഫൻസുകളും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നത് ഈ ബെയർ ആക്ടിലാണ്. സോ ബി തറോ വിത്ത് ദി ബെയർ ആക്ട്. രണ്ടാമത്തത് ക്ലാസ് നോട്ട്സ്. ക്ലാസ് നോട്ട്സും ബെയർ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ളതും അതിന്റെ അധികമായിട്ട് ഞാൻ കേസ് ലോസ് ആയിരിക്കും ആഡ് ചെയ്യുക. കേസ് ലോസ് ആൻഡ് അതർ പ്രിൻസിപ്പൽസ്. ഇപ്പൊ നമ്മൾ ഇൻസാനിറ്റിയെ കുറിച്ച് പറയും, സെക്ഷൻ 22 ഓഫ് BNS, ഭാരതീയ ന്യായ സംഹിതയിലെ ജനറൽ എക്സെപ്ഷനെ കുറിച്ച് പറയുമ്പോൾ അതിൽ വരുന്ന ഒരു കാര്യമാണ് സെക്ഷൻ 22 ഓഫ് BNS. അതിൽ നമ്മൾ ബെയർ ആക്ട് വായിച്ച് നോക്കുമ്പോൾ ഇൻസാനിറ്റി അല്ലെങ്കിൽ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡിനെ കുറിച്ചൊക്കെ പറയുമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രിൻസിപ്പൽ ഉണ്ട്. അത് മക്നട്ടൺ റൂൾസ് എന്നാണ് പറയുക. മക്നട്ടൺ റൂൾസ്. അപ്പൊ ഇതിനെ കുറിച്ച് ബെയർ ആക്ടിൽ എവിടെയും പറയുന്നില്ല. മക്നട്ടൺ റൂൾസിനെ കുറിച്ച് ബെയർ ആക്ടിൽ എവിടെയും പറയുന്നില്ല. അപ്പൊ ഞാൻ ഇത്തരത്തിലുള്ള പ്രിൻസിപ്പൽസ്, ഇപ്പൊ നമ്മൾ 20 എടുക്കുകയാണ്. 20 സെക്ഷൻ 20 ഈസ് ദി സെക്ഷൻ 20 ജനറൽ എക്സെപ്ഷനിൽ തന്നെ വരുന്നതാണ്. എനി ആക്ട് ഡൺ ബൈ എ ചൈൽഡ് ബിലോ ദി ഏജ് ഓഫ് 7 ഈസ് നോട്ട് ആൻ ഒഫൻസ്. അബ്സല്യൂട്ട് ലയബിലിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അബ്സല്യൂട്ട്ലി ലയബിലിറ്റി ഇല്ലാത്തൊരവസ്ഥ വരുന്ന ഒരു സാഹചര്യം ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡോളി ഇൻ ദ പാക്സ്.
ഈ ഡോളി ഇൻകം ടാക്സ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഒന്നും ഇതിന്റെ അകത്ത് കാണില്ല, ബേറാക്കിൽ കാണില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ക്ലാസ് നോട്ട്സിൽ ഉണ്ടാവുക. അങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ് നോട്ട്സ് മുന്നോട്ട് പോവുക. പിന്നെ നിർബന്ധമായും നമ്മൾ PYQs കുറിച്ച് പഠിച്ചിരിക്കണം. PYQs, ആ PYQs പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, ഏതൊക്കെ മേഖലകളിൽ നിന്നാണ്. PYQ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും. നമുക്ക് ജനറൽ എക്സെപ്ഷൻ എന്നൊരു ചോദ്യമുണ്ട്, ഒഫൻസസ് അഗേൻസ്റ്റ് വുമണിൽ നിന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഓരോ മേഖല, ഇപ്പൊ BNS എടുക്കുകയാണെങ്കിൽ സമൻസ് ആൻഡ് വാറന്റിൽ നിന്നൊരു ചോദ്യം, BNSS എടുക്കുകയാണെങ്കിൽ സമൻസ് ആൻഡ് വാറന്റിൽ നിന്നൊരു ചോദ്യം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ അറസ്റ്റ്, പ്രൊസീജിയർ ഓഫ് അറസ്റ്റിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടാവും. ഇങ്ങനെ ഓരോ PSC കൃത്യമായി ചോദിക്കുന്ന മേഖലകളുണ്ട് സിലബസിൽ തന്നെ. അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ കറണ്ട് അഫയേഴ്സ്, അത് പലരും ചോദിക്കും. ഇത് പഠിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടതുണ്ടോ? കറണ്ട് അഫയേഴ്സും ചോദ്യങ്ങൾ വരുമോ? ഉറപ്പായും ചോദ്യങ്ങൾ വരും. ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയും. ഇപ്പൊ നമുക്കറിയാം, ഒരു വിഷയം, ഒരു MLA-യുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആ വിഷയമൊക്കെ വായിച്ചു, കൊള്ളാം, MLA-ക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട് എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അവിടെ വരുന്നത് സെക്ഷൻ 69 ഓഫ് BNS ആണ് എന്നും ഒബ്റ്റെയിനിങ് കൺസെന്റ് അല്ലെങ്കിൽ ഫാൾസ് പ്രോമിസ് ഓഫ് മാരേജ് അല്ലെങ്കിൽ ഒബ്റ്റെയിനിങ് കൺസെന്റ് ഫോർ സെക്ഷൽ റിലേഷൻഷിപ്പ് വയ ഡിസൈറ്റ്ഫുൾ മീൻസ്, തെറ്റായ വഴികളിലൂടെ അല്ലെങ്കിൽ ഡിസൈറ്റ്ഫുൾ മീൻസിലൂടെ വിവാഹ ശാരീരിക ബന്ധത്തിനുള്ള അനുമതി വാങ്ങുക. സെക്ഷൻ 69 BNS-ൽ വരുന്നതാണ്. എന്താ ഈ സെക്ഷൻ 69 പ്രത്യേകത? ഇറ്റ് ഈസ് എ ന്യൂലി ആഡഡ് സെക്ഷൻ. അതൊരു ന്യൂലി ആഡഡ് സെക്ഷൻ ആണ്. ഒരിക്കലും അത് എന്തില്ല, നമ്മുടെ IPC 1860 അതില്ലായിരുന്നു. 1860 IPC 1860 അങ്ങനെ ഒരു പ്രൊവിഷനേ ഇല്ലായിരുന്നു, ഒബ്റ്റെയിനിങ് കൺസെന്റ് ത്രൂ ഡിസൈറ്റ്ഫുൾ മീൻസ്. അത് ഫോളോഡ് ബൈ സീരീസ് ഓഫ് കേസ് ലോസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദി ചിദംബരം പത്മിനി കേസ് മുതൽ ഒരുപാട് കേസ് ലോസ് ഉണ്ട്, ഒരുപാട് കേസസ് ഉണ്ട്. അപ്പൊ ആ കേസസ് ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മളിത് കറണ്ട് അഫയേഴ്സ് പഠിക്കുക. അപ്പൊ കറണ്ട് അഫയേഴ്സ് റീസെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ്, അപ്പൊ അറസ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. BNSS അറസ്റ്റ്, CRPC ആയിരുന്ന സമയത്ത് തന്നെ അറസ്റ്റ് ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു. അറസ്റ്റ് ഗൈഡ് ലൈൻസ് ഇൻ DK Basu vs സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ കേസ്, DK Basu vs സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ കേസ്. ആ കേസിൽ എന്തുണ്ടായിരുന്നു, ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. സോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും പറയും, കറണ്ട് അഫയേഴ്സ് പറയും. പിന്നെ ഈ പറയുന്ന പോലെ കോർട്ട് ഡിസിഷൻസ് അല്ലെങ്കിൽ അതിന് കേസ് ലോസ് എന്ന് പറയും. ഇപ്പൊ വിശാഖ ഗൈഡ് ലൈൻസ് എന്ന് എല്ലാവരും പറയും. വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ, വിശാഖ ഗൈഡ് ലൈൻസ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ DK Basu കേസ്. ഓക്കെ, ചാൾസ് പണിഷ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന, പഠിക്കാനില്ലെങ്കിലും പണിഷ്മെന്റുകളെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. പണിഷ്മെന്റുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ് ചാൾസ് ശോഭരാജ് വേഴ്സസ് ദി സൂപ്രണ്ട് ഓഫ് തിഹാർ സെൻട്രൽ ജയിൽ കേസ്. ഇങ്ങനെ ഒരു കുറച്ചധികം കേസുകൾ ഉണ്ട്. ഇപ്പം ഓരോ കാര്യം എടുത്താലും ഇൻസാനിറ്റി, നമ്മൾ ഈ പറഞ്ഞ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്, സെക്ഷൻ 22 എടുത്തു കഴിഞ്ഞാൽ അസറുദ്ദീൻ വേഴ്സസ് കിങ് എംപറർ കേസ്. അങ്ങനെ ഓരോന്നിനും എടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുണ്ട്. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. ഓക്കെ, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ നമുക്ക് മനസ്സിലാവേണ്ടത് എന്താണ്, ഒരു കേസ് ലോ കണ്ടു കഴിഞ്ഞാൽ ഇത് ഈ ഒഫൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ലേ. അപ്പൊ അതൊന്ന് പറയണം. ഇപ്പൊ വിശാഖ ഗൈഡ് ലൈൻസ്, വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന് പറഞ്ഞൊരു കേസ്. അപ്പൊ അങ്ങനെ കേസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, ദിസ് ഇസ് റിഗാർഡിംഗ് ദ സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ്. ഓക്കെ, ചാൾസ് ശോഭരാജ്, ദാറ്റ് ഇസ് റിലേറ്റിംഗ് ടു സോളിറ്ററി കൺഫൈൻമെന്റ്. ഓക്കെ, അസറുദ്ദീൻ വേഴ്സസ് കിങ് എംപറർ, ഡീലിംഗ് വിത്ത് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഏതാണോ നമ്മൾ പഠിക്കുന്ന സെക്ഷൻ, കൺസേൺഡ് സെക്ഷൻ. ഇപ്പൊ വിനയ് കുമാർ വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ, വിനയ് കുമാർ വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ, ദാറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് നിർഭയ റേപ്പ് കേസ്. ഓക്കെ, അതുപോലെ ബച്ചൻ സിംഗ് കേസ്, മിതു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. ഓക്കെ, IPC സെക്ഷൻ 303. അങ്ങനെയുള്ള ഒരുപാട് കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് കണ്ടു കഴിഞ്ഞാൽ ഏത് ഒഫൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കൃത്യമായി പറയാൻ സാധിക്കും. അതാണ് കേസ് ലോസ് അല്ലെങ്കിൽ കോർട്ട് ഡിസിഷൻസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇനി വൈ ഷുഡ് ബി സ്റ്റഡി ദിസ്, നമ്മൾ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന് നമ്മളത് പഠിക്കണം എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. സോ അവിടെയാണ് നമ്മൾ നോക്കുന്നത്. ഈ 3 എടുത്തു കഴിഞ്ഞാൽ ഈ BNSS, BSA, ഇതിന്റെ 3ന്റെയും ക്ലാസ് നോട്ട്സ് ഉണ്ടാവും, ബെയറാക്ട് ഉണ്ടാവും, PYQs ഉണ്ടാവും, കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, കോർട്ട് ഡിസിഷൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ BSA കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യം, ഭാരതീയ സാക്ഷ്യ അധിനിയം, ഹൗ ഇസ് ദ ഭാരതീയ സാക്ഷ്യ അധിനിയം ഡിഫറന്റ് ഫ്രം, ഒറ്റ വാക്കിൽ നിന്നോട് ചോദിക്കണം, ഹൗ ഇസ് ദ ഭാരതീയ സാക്ഷ്യ അധിനിയം ഡിഫറന്റ് ഫ്രം ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഓഫ് 1873. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരം കിട്ടണം. എന്താണ്? ദി ഭാരതീയ സാക്ഷ്യ അധിനിയം contains special provisions for audio video evidences. ഇത് തന്നെ BNS-ലും ഉണ്ട്. എന്താണ്?
അറസ്റ്റ് ഓഡിയോ വീഡിയോ ഡിവൈസ് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യണം. അറസ്റ്റ് മസ്റ്റ് ബി റെക്കോർഡഡ്. അറസ്റ്റ്, സെർച്ച് ഓഫ് എ പ്ലേസ്, ഇതൊക്കെ എന്താണ്? ഓഡിയോ വീഡിയോ ഡിവൈസസ് വഴി റെക്കോർഡ് ചെയ്യണം. ഡെലിവറി ഓഫ് സമൻസ്, CRPC പ്രകാരം 2 രീതിയിലെ ഡെലിവറി ഓഫ് സമൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഒന്നെങ്കിൽ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കണം, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് അയക്കണം. ഒന്നെങ്കിൽ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കണം, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് അയക്കണം. നേരെ മറിച്ച് നമ്മൾ BNSSലേക്ക് വരുമ്പോൾ, നമ്മുടെ ന്യൂ ഏജ് ക്രിമിനൽ പ്രൊസീജിയർ കോഡായിട്ടുള്ള BNSSലേക്ക് വരുമ്പോൾ അത് മാറി. ആ വാട്സപ്പ് വഴിയോ ഇമെയിൽ വഴിയോ സമൻസ് ഡെലിവർ ചെയ്താലും ഇറ്റ് ഈസ് സീംഡ് ടു ബി ഡെലിവേർഡ്. അത് ഡെലിവർ ആയി എന്ന് തന്നെ കണക്കാക്കപ്പെടും. സോ അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഈ മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അപ്പൊ അതാണ്. അപ്പം നമ്മൾ ഈ ക്ലാസ്സുകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ സബ്ജക്റ്റില് മാക്സിമം ഇൻപുട്ട് തരിക വിത്തിൻ ദ ലിമിറ്റഡ് കൺസ്ട്രെയിൻ. ടൈം കൺസ്ട്രെയിൻ ഉള്ളത് കൊണ്ട് തന്നെ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. എന്നാലും ആ വിത്തിൻ ദ ടൈം, ആ ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം ഔട്ട്പുട്ട്, മാക്സിമം ഇൻപുട്ട് നിങ്ങൾക്ക് തരിക. യെസ്, പോയിന്റ് കിട്ടിയോ? അപ്പൊ എന്താണ് ഇപ്പൊ 15 മാർക്കില് എളുപ്പമായിട്ട് പറയാം, 15 മാർക്കില് 13 മാർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. സൈക്കോളജിയുടെ കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കൂടിപ്പോയ 5 എണ്ണം കിട്ടും 10 എണ്ണത്തില്. ഇത് അങ്ങനെയല്ല, 15-ൽ 15 പഠിക്കുന്ന കുട്ടികളുണ്ട്. നോർമലി എന്താണ് 15-ൽ 13 എന്ന് പറയുന്നത് ഒരു ഈസിയാണ്, ഒരു ഈസി ടാർഗറ്റ് ആണ്. ഒരു 10-ൽ താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ 15-ൽ 13 എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പമാണ്. അത് കിട്ടാനുള്ള നടപടികൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഓക്കെ, 15-ൽ 13 കിട്ടാനുള്ള നടപടികൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അപ്പം അത് ക്ലാസ് നമുക്ക് തരാൻ കഴിയും. അതനുസരിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ഈസി ആയിട്ട് 15-ൽ 15 തന്നെ കിട്ടും. എന്റെ ഒരുപാട് കുട്ടികൾക്ക് ഫുള്ള് കിട്ടിയിട്ടുണ്ട്. ഒരു കഴിഞ്ഞേയും അതിന്റെ മുന്നത്തെയും SI പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, ഇത് പറഞ്ഞു, സാർ ഫുൾ മാർക്ക് ഉണ്ട്, സാർ പറഞ്ഞ പോലെ ഫുൾ മാർക്ക് ഉണ്ട്, എനിക്ക് വലിയ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു. സോ ഐ ആം വെരി ഹാപ്പി. എനിക്കത് അറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷവുമുണ്ട്. സോ അത്തരത്തിലുള്ള റാങ്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മികച്ച മുന്നേറ്റം നമുക്ക് നടത്താൻ സാധിക്കും. ഒരു നല്ല ഇതായിട്ടുള്ളത്. പിന്നെ തീർച്ചയായിട്ടും എന്താണ്, അത് റാങ്ക് മേക്കിംഗ് ആണ്. പല ഈ പറയുന്ന ലോ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവര്, അതല്ലെങ്കിൽ ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ എന്ത് ചെയ്യും? ഇത് പതുക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യും. ജസ്റ്റ് ഒന്ന് പെരിഫറൽ ആയിട്ട് മാത്രം, പുറത്തുനിന്ന് മാത്രം ഒന്ന് ഓടിച്ച് പഠിച്ചിട്ട് പോകും. അത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവരെ അപേക്ഷിച്ച് നമുക്ക് എന്താണ്, ഹൈ എബിലിറ്റി അല്ലെങ്കിൽ ഹൈ സ്കോറബിലിറ്റി ഉണ്ട്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 15 ചോദ്യങ്ങൾ നമ്മൾ കറക്റ്റ് ആക്കി, 15 ചോദ്യങ്ങൾ നമ്മൾ കറക്റ്റ് ആക്കിയാൽ എന്താണ്, ഒറ്റ അടിക്ക് നമ്മളെ റാങ്ക് കയറുകയാണ്. ഒറ്റ അടിക്ക് നമ്മളെ റാങ്ക് കയറി. ഓക്കെ, ആദ്യത്തെ 50 റാങ്കിലൊക്കെ എളുപ്പത്തിൽ എത്താൻ സാധിക്കും. ഇപ്പം 50 എണ്ണമായി 50 ചോദ്യം ജനറൽ 55 ചോദ്യം ജനറൽ ഭാഗത്ത് നിന്നുണ്ട്. അതിൽ നമുക്കൊരു 30 കിട്ടിയെന്ന് കരുത്, ഒരു 30 കിട്ടി. അതിൽ നമുക്കൊരു 30 കിട്ടി. ഇതിൽ 15-ൽ 15 കിട്ടി. സൈക്കോളജി ഒരു 5 കിട്ടി. ഓക്കെ, ഇൻഫർമേഷൻ ടെക്നോളജി ബാക്കി എല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമുക്കൊരു 10 കൂടെ കിട്ടി. എത്രയായി? 60 മാർക്ക് ആയി. ഫസ്റ്റ് റാങ്ക് അടിച്ചു. ഓക്കെ, ഫസ്റ്റ് റാങ്ക് അടിച്ചു. സോ ഇത്തരത്തിൽ ഇതിൽ 10 ഒന്നും അല്ല, IT-യും മറ്റും ഇതൊക്കെ, വിവരാവകാശം, കോൺസ്റ്റിറ്റ്യൂഷൻ 7 ഔട്ട് ഓഫ് 7 വരുന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 65 മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് അത്ര ബാലികേറാമല്ല. ഇത് 30 ഒന്നും അല്ല, ഇത് സ്വാഭാവികമായിട്ട് ഒരു 35 കുട്ടിക്കോ, ആ ഒരു ആവറേജ് സ്റ്റുഡന്റ് 35 കിട്ടി. ഇതിന്റെ 15 കിട്ടി, മറ്റതിന്റെ 10 കിട്ടി, പിന്നെ മറ്റേ എല്ലാം കൂടെ വന്നിട്ട് നമുക്കൊരു 5 കൂടെ കിട്ടി. ഓക്കെ, 5 കിട്ടി. പിന്നെ അല്ലാതെ ചില്ലറ എല്ലാം കൂടെ വേറെ 5 കൂടെ കിട്ടി. എല്ലാം ഒരു 5 മാർക്ക് നെഗറ്റീവ് പോയി. 65 മാർക്ക്, 50, 60, 70, 65 മാർക്ക് നമുക്ക് സുഖമായിട്ട് കിട്ടി. 65 മാർക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റാങ്ക് ആണ്, എളുപ്പമാണ്, ഈസി സ്കോറിംഗ് ആണ്. മനസ്സിലായോ? ഈ ഭാഗങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ കഴിയുന്ന, നമുക്ക് വലിയ മല്ലിക്കെട്ടില്ലാതെ, ഇപ്പൊ സൈക്കോളജി പഠിക്കുന്ന പോലെയോ അല്ലെങ്കിൽ IT പഠിക്കുന്നത് പോലെയോ ഒന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണിത്. സോ ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോ? യെസ്, ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോ? യെസ്, പക്കാ സെറ്റ് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. സോ ഇങ്ങനെ ആയിരിക്കണം. അപ്പം ഒരു കാര്യം, നമ്മൾ ക്ലാസ്സുകളിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കൈൻഡ്ലി ബൈ ആൻഡ് കീപ് ആ ബെയർ ആക്ട് വിത്ത് യു. 300 രൂപയല്ലേ ഉള്ളൂ, ഒരു മന്ത് കഴിക്കുന്ന പൈസയേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, ആ ബെയർ ആക്ട് അത് നിങ്ങൾക്കൊരു എവർ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിന് 300 രൂപ മുടക്കിയല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. സോ കൈൻഡ്ലി എന്ത് ചെയ്യുക, ഒരു ബെയർ ആക്ട് വാങ്ങി സൂക്ഷിക്കുക. ഓക്കെ, സോ മറ്റെന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. അപ്പൊ ഞാനിനി എന്റെ ക്ലാസ്സുകളുടെ ഒരു ശൈലിയാണ് ഞാൻ പറഞ്ഞത്. സോ വി വിൽ കണ്ടിന്യൂ വിത്ത് ഒരു ക്ലാസ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.